ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ശത്രുദോഷം കൊണ്ട് വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ജീവിതത്തിൽ ശത്രുക്കളില്ല എന്ന് പറയുന്നവർ വളരെ വിരളമായിരിക്കും. അറിയാതെ ആണെങ്കിലും ശത്രുദോഷം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നമ്മൾക്കിടയിൽ ഉണ്ടാകും. തടസ്സങ്ങളും പ്രശ്നങ്ങളും അകാരണമായി ഉണ്ടാകുന്ന ഭയവും, അതുപോലെ തന്നെ ആരോഗ്യപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും, സാമ്പത്തികമായി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരുപക്ഷെ ശത്രു സംബന്ധമായിട്ടുള്ള പ്രശ്നം മൂലമാണോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ നല്ലതാണ്. ജാതകവശാൽ അനിഷ്ടഗ്രഹങ്ങളുടെ ദശാപഹാര കാലത്തും ശത്രുദോഷം നല്ല പോലെ നമ്മെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് എളുപ്പത്തിലുള്ള പ്രതിവിധിയാണ് പറയുന്നത്. എന്താണ് പ്രതിവിധി എന്നാൽ, നാമജപം മാത്രമാണ് ഏക പ്രതിവിധി. മന്ത്ര ഉപാസനയിലൂടെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും, ഏത് മന്ത്രമാണോ നിങ്ങൾ ഉപാസിക്കുന്നത് ആ ദേവീ ദേവന്മാരുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ മേലുണ്ടാവുകയും അവരുടെ ഒരു കടാക്ഷം അവർ നമ്മളെ എന്ത് പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ നമ്മളെ ഒരിക്കലും ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതിനുവേണ്ടി നിങ്ങൾ ചൊല്ലേണ്ടത്, ശത്രുദോഷം മാറാൻ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ, കേരളത്തിൽ ഒരുപാട് ദുർഗാദേവി ക്ഷേത്രങ്ങളും ഭദ്രകാളി ക്ഷേത്രങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അവിടെ പോയി ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. നിരന്തരമായിട്ടുള്ള നാമജപങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് കണക്കാക്കുന്നത്, ഈ ശത്രുദോഷത്തിൽ പ്രത്യേകിച്ചും. ഹോമവും പൂജയും ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ പ്രതിവിധിയായിട്ട് തോന്നുന്നില്ല. ശക്തിയെ സ്വരൂപിണിയായിട്ടുള്ള അല്ലെങ്കിൽ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഭഗവതി അമ്മ നമ്മെ എപ്പോഴും കാത്തുകൊള്ളുമെന്നുള്ളത് സത്യമായ അല്ലെങ്കിൽ നമുക്ക് ദൃഢമായി വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഉറപ്പിച്ച് അമ്മയെ നല്ലതുപോലെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും നമ്മൾക്കെതിരെ വരില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരിക്കലും നമ്മുടെ ശത്രുക്കളെ, എൻ്റെ ശത്രുവിനെ ഇല്ലായ്മ ചെയ്യണേ അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കണേ എന്ന് ഒരിക്കലും നമ്മൾ ഭഗവതിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം ഒരാളെ നിഗ്രഹിക്കുവാനോ ഒരാളുടെ ജന്മത്തിന് ആപത്ത് സംഭവിപ്പിക്കാനോ ഒരിക്കലും നമുക്ക് അനുവാദം തന്നിട്ടില്ല, അല്ലേ? അതിനൊക്കെ ഉള്ള അവകാശം നമ്മളെ ജനിപ്പിച്ച നമുക്ക് ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നിട്ടുള്ള ദേവീ ദേവന്മാരുടെ കൈകളിൽ തന്നെയാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ നശിപ്പിക്കുവാനോ ഒരാളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ അയാളുടെ ജീവിത നാശത്തിലേക്ക് നയിക്കണമെന്ന് ഒരിക്കലും നമ്മൾ ഒരു ദേവൻ്റെയോ അടുത്തോ ദേവിയുടെ അടുത്തോ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ആ ഒരു പ്രാർത്ഥന പിന്നീട് നമുക്ക് തന്നെ വിനയായി തീരുമെന്നാണ് പറയുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ, നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിനക്ക് തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് തന്നെ, ആ പ്രാർത്ഥന ചിലപ്പോൾ നമുക്ക് തന്നെ ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? എന്നോട് അല്ലെങ്കിൽ എന്നോട് ഒരാൾക്കും ദേഷ്യമോ വൈരാഗ്യമോ അല്ലെങ്കിൽ കോപമോ വിരോധമോ ഇഷ്ടക്കേടോ ഒന്നും തോന്നരുത് ഭഗവതിയെ, അങ്ങനെ സഹായിക്കണേ, എന്നെ ആർക്കും അങ്ങനെ കണ്ടുകൂടാതെ ആവാളൊരു അവസ്ഥ ഉണ്ടാക്കരുതേ ഭഗവതി എന്നാണ് നമ്മൾ ദേവീ ദേവന്മാരുടെ അടുത്ത് പോയിട്ട് ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിലുപരി നമ്മൾ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കണേ എന്നല്ല, നമ്മൾ ഈ ഒരു ശത്രുദോഷം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്നവർക്ക് ആ സമയത്ത് അങ്ങനെയൊക്കെ പറയാനും ചെയ്യാനൊക്കെ തോന്നുമെങ്കിലും അതല്ല ചെയ്യേണ്ടത്. ഇന്ന തരത്തിലാണ് നമ്മൾ ഉപാസിക്കുന്ന ദേവീ ദേവന്മാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞു, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയും ജപവും ഭദ്രകാളി ദേവിയമ്മയുടെ നാമജപങ്ങളൊക്കെയാണ്, മന്ത്രങ്ങളൊക്കെ ചൊല്ലുക എന്ന് തന്നെയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ട് എങ്കിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ രക്തപുഷ്പാഞ്ജലി നിങ്ങളുടെ പേരും നാളൊക്കെ വെച്ച് രക്തപുഷ്പാഞ്ജലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഗുണം വേറെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്.
ഇനി ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർ, അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ടാണെങ്കിലും പ്രാർത്ഥിക്കുക. ആരെയും മുന്നം വയ്ക്കാതെയുള്ള പ്രാർത്ഥന മാത്രമാണ് ഏത് ശക്തിയാണെങ്കിലും കേൾക്കുള്ളൂ. ഇപ്പോൾ വൈഷ്ണവ ഭക്തരാണെങ്കിൽ അങ്ങനെയും അവർക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഭജിക്കാവുന്നതാണ്, ഇത്തരത്തിൽ തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്. ശിവഭക്തർക്കാണെങ്കിൽ അതിനുമുണ്ട് അവസരം, ഭഗവതിയെ ആരാധിക്കുന്നവർക്കാണെങ്കിൽ അതിനുമുണ്ട് അവസരം. ഏത് സ്ഥലത്ത് പോയാലും നമ്മളുടെ പ്രാർത്ഥന ഇത്തരത്തിലാണ് വേണ്ടത്. അപ്പോൾ മറ്റുള്ളവരെ ഉന്നം വയ്ക്കാതെയുള്ള പ്രാർത്ഥനയാണ് ഏത് ശക്തികളായാലും കേൾക്കുകയുള്ളൂ. അങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചൊല്ലേണ്ട മന്ത്രം ഇനി പറഞ്ഞു തരുന്നുണ്ട്. ഒരു പക്ഷേ ആരാണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആരാണ് നമ്മുടെ ശത്രു എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാത്തവരായിരിക്കും നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടാവുക. പക്ഷേ എങ്കിലും ശത്രുദോഷം നല്ല ബുദ്ധിമുട്ടായി വരുന്ന ഈ സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരിക. ചിലപ്പോൾ ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ തന്നെ ശാരീരികമായിട്ട് ഓരോ അസുഖങ്ങൾ നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക കാരണമായിട്ട് അസുഖങ്ങൾ വരും. ഒന്ന് മാറുമ്പോൾ വേറൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്, അങ്ങനെ നിരന്തരമായിട്ട് നമ്മളെന്നും പ്രശ്നങ്ങളിൽ പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താക്കന്മാരുള്ള വീട്ടിലാണെങ്കിൽ എന്നും സ്ഥിരം കലഹം ഉണ്ടാവുക. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ കലഹങ്ങൾ സ്ഥിരമാവുക, വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് കലഹങ്ങൾ നടക്കുക. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നേരിടുക, നമ്മുടെ പ്രവർത്തികളിൽ തന്നെ തടസ്സങ്ങൾ നേരിടുക, അങ്ങനെയുള്ള കലഹങ്ങൾ നേരിടുക. ഇതൊക്കെയാണ് ഇത്തരത്തിൽ ശത്രുബാധ ദോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീടുകളിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതിന് ഏറ്റവും വലിയൊരു പ്രതിവിധി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ആശ്രയം എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയാണ്. ശത്രു എത്ര വലിയവരായിക്കോട്ടെ, എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ആളാണെങ്കിലും അവരൊക്കെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ഭദ്രകാളി മന്ത്രം ജപിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയെ ഉപാസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തി വരുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു വരുമെന്നല്ല, നിങ്ങളോടുള്ള മനോഭാവം മാറ്റാനായിട്ട് ഈ മന്ത്രജപത്തിലൂടെ അവരുടെ മനസ്സ് മാറ്റി നിങ്ങളോടുള്ള അമർഷവും നിങ്ങളോടുള്ള ദേഷ്യവും ഒക്കെയാണ് ഈ ശത്രുദോഷത്തിലേക്ക് എത്തുന്നത്. അതൊക്കെ മാറ്റാനായിട്ട് ഭഗവതി നമ്മുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ മാറുമ്പോൾ തന്നെ ശത്രുദോഷം നമുക്ക് ഏറെക്കുറെ കുറഞ്ഞു വരും. അപ്പോൾ നാമമന്ത്രത്തിലൂടെ മാത്രമാണ് ഇത് സാധ്യമാകുക. എല്ലാതരം മന്ത്രങ്ങളും ഇത്തരത്തിൽ നമ്മളെ ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന പേഴ്സിലോ ബാഗിലോ ഒക്കെ ഈ ഒരു മന്ത്രം എഴുതി സൂക്ഷിക്കുക. ആ സമയത്ത് നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അകാരണമായി ഉണ്ടാകുന്ന ഭയങ്ങൾ, വിഷമങ്ങൾ, കഷ്ടതകൾ, പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബൈഹാർട്ട് ചെയ്ത് നാമം ചൊല്ലാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചൊല്ലാം. പക്ഷേ ഇതൊരു രക്ഷ പോലെ നമ്മൾ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ആ ഒരു രക്ഷയുടെ അല്ലെങ്കിൽ ആ ഒരു ഭഗവതിയുടെയോ ആ ഒരു ദൈവത്തിനെയാണോ നമ്മൾ ഉപാസിക്കുന്നത് അവരുടെ ഒരു ശക്തി നമ്മളിൽ എപ്പോഴും ഉണ്ടാവും. നമുക്ക് മനസ്സിന് നല്ല മനോധൈര്യവും മനോബലവും ഒക്കെ വീണ്ടെടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ എഴുതി നമ്മുടെ പേഴ്സിലോ ബാഗിലോ ഒക്കെ കൊണ്ട് നടക്കുന്നത് വളരെയധികം ഉത്തമമാണ്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമുക്ക് ആ പേഴ്സ് തുറന്ന് നമുക്ക് ആ മന്ത്രം ചൊല്ലാൻ സാധിക്കുന്നവർക്ക് ചൊല്ലാം. അതല്ല ബൈഹാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം. ഇതിന് ഇന്ന സമയം എന്നൊന്നും പ്രത്യേകിച്ച് നിഷ്കർഷിച്ച് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഏറ്റവും ഗുണകരമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയാണ്. ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ ചൊല്ലാൻ സാധിക്കുന്നവർക്കാണെങ്കിൽ അത്രയും നല്ലത്. വൈകുന്നേരം കിടക്കുന്നതിന് മുൻപായിട്ടും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റതിന് ശേഷവുമാണ് ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഈ ഒരു വിഷമങ്ങളൊക്കെ അതിൽ നിന്ന് ദേവി മാറ്റി തരുമെന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല മന്ത്രം ചൊല്ലുമ്പോൾ വെറുതെ ഇങ്ങനെ ഒന്നോ രണ്ടോ ചൊല്ലിയിട്ട് കാര്യമില്ല. 3 തവണ എങ്കിലും, കുറഞ്ഞത് 3 തവണയെങ്കിലും മനസ്സിരുത്തി ആ മന്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ ആ മന്ത്രത്തിൽ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ വായിക്കണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മന്ത്രം ചൊല്ലണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മളെ ഒരിക്കലും ബാധിക്കില്ല എന്ന് മാത്രമല്ല ശത്രുക്കൾ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും മനസ്സമാധാനവും സന്തോഷവും ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. സന്തോഷവും സമാധാനമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ഇതിന് നമ്മൾ പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് ദുർഗാ ഗായത്രി മന്ത്രമാണ്. ഇത് 3 തവണയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു. ഈ മന്ത്രം ഇതാകുന്നു: ഓം ഗിരിജായ വിദ്മഹേ ശിവപ്രിയായ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്.
ഓം ഗിരിജായ വിദ്മഹേ ശിവപ്രിയായ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്. ഓം ഗിരിജായ വിദ്മഹേ ശിവപ്രിയായ ധീമഹി തന്നോ ദുർഗ പ്രചോദയാത്. ഇങ്ങനെ നമ്മൾ നിർത്തി നിർത്തി ചെല്ലുമ്പോൾ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ആ അക്ഷരങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയും ആ ഭഗവതിയെ നമ്മൾ ആരാധിക്കുന്ന ഏത് മൂർത്തിഭാവമാണോ അതിലേക്ക് നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് അതിലേക്ക് കടന്നുകൂടുകയും അവിടെ പിടിച്ച് നിർത്തും. നമ്മളുടെ മനസ്സിനെ ആ ദേവിയുടെ അല്ലെങ്കിൽ നമ്മൾ ആ ഉപാസിക്കുന്ന ആരാധനാമൂർത്തിയിൽ അങ്ങനെ പിടിച്ചു കെട്ടി നിർത്തുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ സ്പീഡിൽ ഒരു ട്യൂണിന് വേണ്ടി ചൊല്ലിപ്പോകുമ്പോൾ ആ ട്യൂണാണ് നമ്മളുടെ മനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നമ്മൾ ആ ട്യൂണ് തെറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ആ ട്യൂൺ ശരിയാണോ, നമ്മൾ ചെല്ലുന്നത് രസമുണ്ടോ അതിലേക്കൊക്കെ നമ്മുടെ മനസ്സ് നമ്മളറിയാതെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഒരു രീതി തീരെ ഇല്ലാതെ ചെല്ലണം എന്നല്ല പറയണത്, രീതി ശ്രദ്ധിക്കാതെ നമ്മൾ ആ പറയുന്ന വാക്കുകളിൽ മനസ്സ് അർപ്പിച്ച് ചൊല്ലുമ്പോഴാണ്, നിർത്തി നിർത്തി നമ്മൾ ചൊല്ലുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുക. ആ ഒരു മന്ത്രത്തിൻ്റെ ആ ഫലം കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ഈ ഒരു മന്ത്രം എല്ലാവരും എഴുതിയെടുത്ത് സൂക്ഷിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കാണാതെ പഠിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെല്ലാം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ള നന്മകൾ എല്ലാ ദേവീ ദേവന്മാരുടെയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.